അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പൂവണിഞ്ഞ സ്വപ്നം 6-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു വെച്ചത്, മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബിബി റളിയല്ലാഹു അൻഹ 3-ാമത്തെ പ്രസവം നടത്തിയപ്പോൾ, ബെന്യാമീനെ പ്രസവിച്ചപ്പോൾ അതോടുകൂടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ ആ ചെറിയ കുട്ടിയായ ബെന്യാമീനെയും അതുപോലെ തന്നെ യൂസുഫിനെയും ഒക്കെ നോക്കേണ്ട ചുമതല വാപ്പയായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വന്നു ചേർന്നു. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ 2 മക്കളെയും പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം യൂസുഫ്, തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന മകനായ യൂസുഫ് ഒരു സ്വപ്നം ദർശിക്കുകയാണ്. ആ സ്വപ്നം വാപ്പയോട് വന്ന് പറയുന്ന രംഗമാണ് കവി വിവരിക്കുന്നത്. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. കളർക പൂതാരകൻ അതിൽ പിന്നെ ആ കൊല്ലം കശിന്തതിൽ ശേഷം മനാമ് കണ്ട് ശംസും കമറും പാദീനൊന്ന് നുജുമും ചെണ്ട് തുലങ്കിക്കൊണ്ടൻ മുമ്പിൽ സുജുദായി വീണെന്ന് സുറുറാലാബുവാരിൽ മൊളിന്താറന്നേ അതിനി സുഹൃതദായനിൽ പിതാവ് ചൊന്നേ. അങ്ങനെ മഹാനായ യൂസുഫ്, വരാൻ പോകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഭാവിയിൽ നബിയാകാൻ പോകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഖുർആൻ പ്രതിപാദിച്ച ആ സ്വപ്നമാണത്. ശംസും കമറും, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എൻ്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം ചെയ്യുന്നതായിട്ടാണ്, സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ട സ്വപ്നം വാപ്പ. ഉടനെ തന്നെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം മകനോട് പറഞ്ഞു, മകനെ അലിവേറും മോനെ, ആ കമർ ശംസ് ഞാനും പിൻ അരിമയാണേ, മൂത്തമ്മയും പിന്നെ യഹ്ദഅശറനുജൂമും നിൻ സഹചർമൂത്തേ. നീ കണ്ട സ്വപ്നം ശംസ് ഞാനാണ് മുത്തേ. യൂസുഫ് നബിയോട് പറയാണ്, യൂസുഫേ ആ ശംസ് ഞാനാണ് യൂസുഫേ, കമർ നിൻ്റെ മൂത്തമ്മയായ ലിയയാണ്, 11 നക്ഷത്രങ്ങൾ നിൻ്റെ മറ്റു ജ്യേഷ്ഠന്മാരാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അടവേ നീ രാജാംഗം ഭരിക്കും കാലം കീഴിൽ അടങ്ങി നീക്കും എന്നും മൊളിന്തേ. പിന്നെ നബിയാർ അരുളി സേറായിദിനെ മറച്ചോ പൊന്നേ. യാക്കൂബ് നബി പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അങ്ങനെയൊക്കെയാണ് കഥ. അതുകൊണ്ട് നീ ഒരു കാലത്ത് രാജാവായി മാറും. അപ്പോൾ രാജാവായി മാറുമ്പോൾ അവരൊക്കെ, ഞാനും എല്ലാവരും നിൻ്റെ കീഴിലായിരിക്കും ജീവിക്കുക. അതാണ് നീ കണ്ട സ്വപ്നത്തിൻ്റെ സിറ്, രഹസ്യമെന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ ഇഷ്ടമോനായ യൂസുഫിനോട് പറഞ്ഞപ്പോൾ, ബഡിവർ നബിവിൻ്റെ വചനം കേട്ട് കൊണ്ട് മണവി കഥ അണ്ണറുകളീലായി നവിന്ത്. അങ്ങനെ ഈ സംഭവം വാപ്പ യാക്കൂബിനോട്, യൂസുഫിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ, വാപ്പയായ യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മകനായ യൂസുഫിനോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത റൂമിൽ നിന്നും മൂത്തമ്മയായ ലിയ കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ടു എന്ന് മാത്രമല്ല, എല്ലാ മക്കളോടും മൂത്തമ്മ ഈ സംഭവം പറഞ്ഞു. ഇങ്ങനെ യൂസുഫുമായി വാപ്പയായ യാക്കൂബ് നബി അലൈഹി സ്വലാം നടത്തിയ സംഭാഷണത്തിൻ്റെ വർത്തമാനം എല്ലാ മക്കളോടും പറഞ്ഞു എന്ന് മാത്രമല്ല, മക്കളെ
ആകെ പ്രശ്നത്തിലായി. മക്കൾക്ക് ഇന്നത്തെ പോലെ അടുത്ത് കൂടി ബാവാണ്ടിടത്തിൽ നിന്നവനെ അകറ്റി വാനത്തിൽ കൊണ്ടുടൻ കൊല്ലേണം. ചതിവായി അതിൽ പിൻപീതാവോടും കെണി ചൊല്ലേണം. എടാ, അവർ പരസ്പരം പറയാൻ തുടങ്ങി. വാപ്പയോട് പല ഇല്ലാ കഥകളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ യൂസുഫ് പല ഇല്ലാ കഥകളും വാപ്പയോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് യൂസുഫിനെ വാപ്പയുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഐഡിയകളാണതൊക്കെ. അതുകൊണ്ട് ഉടനെ തന്നെ വാപ്പയിൽ നിന്നും അകറ്റി അവനെ കാട്ടിൽ കൊണ്ടുപോയി നമുക്ക് വധിക്കണമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുകയും അങ്ങനെയൊരു തന്ത്രം അവർ മെനയുകയുമാണ്. യൂസുഫിനെ അവർക്ക് കിട്ടാൻ വേണ്ടി എന്താണ് അവർ തന്ത്രം മെനഞ്ഞത് എന്നറിയണ്ടേ? ചൊല്ലാനവരും മൂരത്ത് തമ്പിൻ്റെ മുമ്പിന്ന് തോതിൽ ഉപായക്കാളികൾ കാട്ടിക്കാളിച്ചന്ന് മല്ലികത്തേനെ യമൈകൾ മൈതാനിൽ പോയിട്ട് പല താളക്കളികളിക്കും രസിച്ചിട്ട്. യൂസുഫിനെ അപായപ്പെടുത്താൻ തീരുമാനിച്ച ജ്യേഷ്ഠന്മാർ എല്ലാവരും അവരതാ വീടിൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് നല്ല രസകരമായ കളികൾ കളിക്കുകയാണ്. കളിച്ചു എന്ന് മാത്രമല്ല, ഉല്ലാസ കുഞ്ഞ് കളികൾ കണ്ട് രസിപ്പാനേ ഉള്ളാശയുണ്ടെങ്കിൽ പോരെ മെയ്കൂടെ പൂമോനെ. ഇതിനേക്കാൾ നല്ല കളി ഞങ്ങൾ കാട്ടിലുണ്ട് ഒരു മൈതാനം, ആ മൈതാനത്ത് ചെന്ന് കളിക്കും. അതുകൊണ്ട് നീ കളി കണ്ട് ആഗ്രഹിക്കാൻ നിനക്ക് കളി കാണണമെങ്കിൽ ഞങ്ങളോട് കൂടെ കാട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫിനെ അവർ ജിജ്ഞാസ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ബിള്ളിയെ വചകം കെട്ട് പയലിൻ പിരികെ അവർ കൂടെ ആശമിഗന്ധ സുധനും ബാവയോട് അരിമക്കളി കാണാൻ കൂടെ. അപ്പോൾ ആശമികന്ത യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ അണ്ണരായിരിക്കുന്ന ജ്യേഷ്ഠന്മാരോട് കൂടെ കളി കാണാൻ മൈതാനത്തിലേക്ക് എന്നെയും അയക്കൂ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യാക്കൂബ് നബിയോട് അനുവാദം ചോദിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് വാപ്പ എന്താ പറഞ്ഞത്? പേശുന്നു പാവായൻ ആറ്റമോനെ അയപ്പാനേ പെരികെ ഭയം എന്നിലുണ്ട് നിന്നെ പിരിപ്പാനേ. മോനെ, നിൻ്റെ ആശ ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. നീ ഒരിക്കലും പോകരുത്. ഇതൊരു നാശക്കുണ്ടിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് മോൻ ആശ കൽബിൽ നിന്ന് മുറിച്ചു കളയണമെന്ന് വാപ്പ യൂസുഫിനെ ആജ്ഞാപിക്കുകയാണ്. പക്ഷേ ചെറിയ കുട്ടിയാണല്ലോ. യൂസുഫ് പറഞ്ഞു, ഉപ്പാ എനിക്ക് പോകുക തന്നെ വേണം. ആ സമയം വാപ്പ പറഞ്ഞു, നീ വലിയൊരു കുണ്ടിലകപ്പെട്ടുകൊണ്ട് ചുറ്റുഭാഗം ചെന്നായ്ക്കൾ വന്നുകൊണ്ട് നിന്നെ കടിച്ചു തിന്നാൻ നിൽക്കുന്നൊരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു മോനെ. അതുകൊണ്ട് നീ ഒരിക്കലും പോകരുത്. ഒരുപക്ഷെ ഇത് ഞാനും എൻ്റെയും നിൻ്റെയും ഇടയിലുള്ളൊരു വേർപിരിവായിരിക്കാം. അതുകൊണ്ട് നീ ആശ വിട്ടുകളയണം, ഒരിക്കലും നീ പോകരുത് എന്ന് യൂസുഫിനോട് പറഞ്ഞെങ്കിലും യൂസുഫ് അതൊന്നും ചെവിക്കൊണ്ടില്ല. എന്ന് മാത്രമല്ല, അവസാനം മനസ്സോടെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോടുകൂടെ പോകാൻ അനുവാദം കൊടുക്കുക തന്നെയാണ്. രംഗമാണ് മഹാകവി ബാവ മൗലവി അന്ത്രോദ്വീപ് വിവരിക്കുന്നു. പറ്റിപ്പിടിത്ത് മകനും പോകാൻ തിടുക്കുന്നേ, ഫദ്ലർ നബി ഖേദിച്ചിട്ട് സമ്മതം നൽകുന്നേ, ജദ്ദെന്ന് 10 ബാനികളെയും വിളിച്ചിട്ടേ, സകല സ്ഥിതികളും പോരിരുത്തങ്ങൾ പറഞ്ഞിട്ടേ, കരുണക്കിടാവിനെ കൊണ്ട് ബാവാമുഷിക്കണ്ട, കാവൽക്കമൈ ബാത്തും പോതും തീരെ ഭയക്കണ്ട. ആ സമയത്ത് പോകുമെന്ന് യൂസുഫ് സാക്ഷ്യം പിടിച്ചപ്പോൾ വാപ്പയത പറഞ്ഞയച്ചു. എന്ന് മാത്രമല്ല, മക്കളോട് എല്ലാവരെയും വിളിച്ച് യൂസുഫിനെ നല്ലവണ്ണം നോക്കണം,
എല്ലാ കാര്യങ്ങളും യൂസുഫ് എന്താഗ്രഹിക്കുകയാണെങ്കിലും എന്ത് ചോദിച്ചാലും കൊടുക്കണമെന്ന് പറഞ്ഞ് പല സാധനങ്ങളും യൂസുഫിന് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും പാലും റൊട്ടിയും എല്ലാം അതാ വാപ്പ മറ്റു മക്കളെ ഏൽപ്പിച്ചു. അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല അവർ എല്ലാവരും ഉപ്പയോട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, കരുണക്കിടാവീനെ കൊണ്ട് വാവാമോഷിക്കണ്ട, കാവൽക്ക് മെയ്പാത്തും പോതും തീരെ ഭയക്കണ്ട. ഞങ്ങൾ 10 ആളും ഉണ്ടാകുമ്പോൾ എന്തിനാണ് യൂസുഫിനെ പേടിക്കുന്നത്? യൂസുഫിനെ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യം തന്നെയല്ലോ, എല്ലാ സംരക്ഷണത്തിനും ഞങ്ങളുണ്ടല്ലോ എന്ന് വാപ്പയോടവർ ഉള്ളിൽ പക വെച്ചുകൊണ്ട് വാപ്പയോട് അവിടെ വളരെ വാപ്പയെ പ്രശ്നത്തിലാക്കാത്ത രൂപത്തിൽ വാപ്പയോട് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ സുർആലവർ ബാവാനോട് ഏറ്റ് പറയുന്നേ, സുന്ദരമോനെ മടക്കി കൊണ്ടുവന്നോളാം എന്നേ, ഒരു കേടുപാടും കൂടാതെ ഞങ്ങൾ യൂസുഫിനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വാപ്പയോട് കരാർ ചെയ്ത ആ സമയത്തിൽ വാപ്പയത അവരോട് കൂടെ മനസ്സോടെ യൂസുഫിനെ കാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം പ്രതിപാദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.